മറ്റൊരു പയ്യനെ പ്രണയിച്ചിരുന്ന പെൺകുട്ടി തന്റെ മാമന്റെ നിർബന്ധത്തിന് വഴങ്ങി മാമന്റെ മകനെ വിവാഹം കഴിക്കേണ്ടി വരുന്നു. അവളുടെ അച്ഛനും അമ്മയും ഒക്കെ മരണപ്പെട്ടു പോയതുകൊണ്ട് മാമനാണ് അവളെ വളർത്തിയതും. എന്നാൽ ഒടുവിൽ അവളുടെ ജീവിതത്തിലൂടെ കടന്നുപോയത് ദുരിതം നിറഞ്ഞ വർഷങ്ങളായിരുന്നു. മാമന്റെ മകൻ ഒരു സൈക്കോയാണ്. അവൾ അവളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നേരിട്ടു. അവസാനം കാമുകനെ അവൾ കാണേണ്ടി വന്നു. എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം ടോക്സിക് ഭർത്താവിന്റെ കഥ പറയുന്ന അഗ്ലി സ്റ്റോറി എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് നായികയെ സ്നേഹയും നായകനായ കാർത്തികിനെയും കാണിച്ചുകൊണ്ടാണ്. കാർത്തിക് രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നേഹയും രക്തത്തിൽ കുളിച്ച് തറയിൽ കിടക്കുകയാണ്. സംഭവസ്ഥലത്തേക്ക് എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കാർത്തികിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. യഥാർത്ഥത്തിൽ ഇവരുടെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് വഴിയാണ് കാണിക്കുന്നത്. കാർത്തിക്കും നേഹയും ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷേ ഈ കാർത്തിക് ഒരു ടോക്സിക്കായ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ നേഹയ്ക്ക് താല്പര്യമില്ലെങ്കിലും അവളോട് ബലമായി ബന്ധപ്പെടുക എന്നത് കാർത്തിക്കിന്റെ ഒരു ഹോബിയായിരുന്നു. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നാണ് കാർത്തിക് നേഹയോട് പറയുന്നത്. നേഹ ഒരു കോളേജ് അധ്യാപികയാണ്. പതിവ് പോലെ നേഹ ജോലിക്കെത്തുന്ന സമയത്തും നേഹയുടെ കൂട്ടുകാരിയായ അധ്യാപിക ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ, നിങ്ങൾ കുട്ടികളെ ഒന്നും നോക്കുന്നില്ലേ എന്നാണ്. അതിന് നേഹയ്ക്കൊരു പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി. കാരണം അവൾ അത്രയ്ക്കും ടോർച്ചർ കാർത്തിക്കിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. അവൾ അതിന് മറുപടി കൊടുക്കുന്നതേയില്ല. മറ്റൊരു വശത്ത് കാർത്തിക്കിനെ കാണിക്കുന്നു. ജോലി സ്ഥലത്ത് വരുമ്പോഴും ഇതേ ടോക്സിക് സ്വഭാവം തന്നെയാണ് കാർത്തിക്കിന്. ആര് പറയുന്നതും കാർത്തിക് കേൾക്കാറേയില്ല. ജോലിക്ക് വന്നിരുന്നാലും എപ്പോഴും നേഹയുടെ ഫോട്ടോയും നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അത് കാണുന്ന മാനേജർ കാർത്തിക്കിനെ തന്റെ ക്യാബിനിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് തന്ന ജോലിയൊന്നും ചെയ്യാതെ നേഹയുടെ ഫോട്ടോയും നോക്കിയിരിക്കുകയാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടേക്ക് വരുന്നത് എന്നൊക്കെ ചോദിച്ച് കാർത്തിക്കിനെ വഴക്ക് പറയുന്നു. പക്ഷേ അതിനെല്ലാം കാർത്തിക്കിന്റെ മറുപടി തന്റെ ഫോണിലുള്ള ഒരു വീഡിയോ എടുത്ത് മാനേജർക്ക് കാണിച്ചു കൊടുക്കുന്നു. അത് മാനേജറും മാനേജറിന്റെ കാമുകനും തമ്മിലുള്ള മറ്റൊരു ബന്ധത്തിന്റെ വീഡിയോ ആയിരുന്നു. അത് കണ്ട മാനേജറിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഓഫീസിലുള്ള കാർത്തിക്കിന്റെ പെരുമാറ്റത്തെ മാനേജർ ചോദ്യം ചെയ്യുകയാണെങ്കിൽ കാർത്തിക് ഈ ഒരു വീഡിയോ പുറത്തുവിടും എന്നതായിരുന്നു അവന്റെ ഭീഷണി. അതോടുകൂടി മാനേജർ കാർത്തിക്കിനെ ഒന്നും പറയാതെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. കാർത്തിക് ജോലിയൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരോടൊപ്പം നേരെ പോകുന്നത് പബ്ബിലേക്കായിരുന്നു. അവിടെ ഇരുന്ന് കുറേ മദ്യപിക്കും. എന്നാൽ ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നത്, നീ ഇങ്ങനെ വന്നിരുന്ന് മദ്യപിക്കുകയാണെങ്കിൽ ഭാര്യയെ കാരണം നിനക്ക് പ്രശ്നമാണോ എന്നാണ്. അത് കേട്ട കാർത്തിക്കിന് വല്ലാതെ ദേഷ്യം വരികയും, ഞാൻ എൻ്റെ കുടുംബജീവിതത്തിൽ ഓക്കെയാണ്, നീ എന്തിനാ എൻ്റെ ഭാര്യയുടെ കാര്യം ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ച് അവനെ തല്ലുകയാണ് ചെയ്യുന്നത്. തല്ലെല്ലാം കൂടിയിട്ട് തൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. അവൻ്റെ നെറ്റിയിൽ നിന്നും ചെറുതായിട്ട് ബ്ലഡ് വരുന്നുണ്ട്. വീട്ടിൽ നേഹയെ കൂടാതെ ഒരു ജോലിക്കാരി കൂടിയുണ്ടായിരുന്നു. നേഹയാണെങ്കിലോ കാർത്തിക് വരുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ തൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വീട്ടിലേക്ക് എത്തിയ കാർത്തിക് തനിക്കൊരു ഐസ് പാക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ നേഹ അത് മൈൻഡ് ചെയ്യുന്നില്ല. ജോലിക്കാരിയാണ് ഐസ് പാക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നീയാണോ നേഹ? നീ എന്തിനാ അത് എടുത്തുകൊണ്ടുവന്നത്? ഞാൻ നേഹയോടല്ലേ പറഞ്ഞതെന്ന് കാർത്തിക് ചോദിക്കും. കാർത്തിക് അവളെ ഒരുപാട് വഴക്ക് പറയുകയാണ്. നേഹ ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്നത് കണ്ട് കാർത്തിക്കിന് വീണ്ടും ദേഷ്യം കൂടി വന്നുകൊണ്ടേയിരുന്നു. കാർത്തിക് വീണ്ടും പല പല ജോലികളും പറഞ്ഞു. പക്ഷേ അതൊന്നും നേഹ മൈൻഡ് ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കിയ കാർത്തിക്, ഞാൻ പറയുന്ന ജോലികളെല്ലാം നീ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിനക്കിന്ന് നിന്റെ റൂമിൽ ഫ്രീ ആയിട്ട് കിടന്നുറങ്ങാം. നിന്നെ ഞാൻ ശല്യം ചെയ്യില്ല എന്ന് കാർത്തിക് പറയുന്നു. കാർത്തിക് പറയുന്നത് കേട്ട നേഹ ഉടനെ തന്നെ ഓടിപ്പോയി അവൻ പറയുന്ന ജോലികളെല്ലാം ചെയ്യുവാനായും ആരംഭിക്കുന്നു. എന്നാൽ ഉടനെ തന്നെ കാർത്തിക് നേഹയെ തടയുകയും, ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഒരു ജോലി പോലും നീ ചെയ്തില്ല. പക്ഷേ നിന്റെ റൂമിൽ നിനക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ ഈ ഒരു ജോലിയെല്ലാം ചെയ്യുവാനായി തുടങ്ങിയല്ലേ. നീ വിചാരിക്കുന്ന ഒരു കാര്യവും നടക്കത്തില്ല. ഞാൻ നിന്നെ സുഖമായിട്ട് നിന്റെ റൂമിൽ ഉറങ്ങുവാനായിട്ട് അനുവദിക്കത്തേയില്ല എന്ന് കാർത്തിക് അവളെ ഭീഷണിപ്പെടുത്തുന്നു. നേഹയെ കാർത്തിക് വല്ലാതെ ടോർച്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല നേഹയുടെ കയ്യിൽ അവളുടെ പഴയ കാമുകനായ ഗൗതമിന്റെ പേര് ടാറ്റു അടിച്ചിരുന്നു. അത് കാണുന്ന കാർത്തിക്, പഴയ കാമുകനെ നിനക്ക് ഇപ്പോഴും മറക്കാൻ കഴിയുന്നില്ല അല്ലേ? അതല്ലേ അവന്റെ പേരൊക്കെ നീ ഇപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുന്നത്? ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്ന കാർത്തിക് തന്റെ സിഗരറ്റ് എടുത്ത് അവളുടെ കയ്യിലുള്ള ടാറ്റുവിൽ കുത്തുവാനായും ആരംഭിച്ചു. അതോടുകൂടി വേദന കാരണം കരയുകയാണ് നേഹ. പിന്നീടൊരു ഫ്ലാഷ് ബാക്കിലൂടെ നേഹയുടെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. നേഹയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയതിൽ പിന്നെ മുത്തശ്ശിയാണ് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. നേഹയുടെ വീടിനടുത്ത് ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് ഗൗതം എന്നാണ്. ഈ ഗൗതമും നേഹയും ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും അവരൊരുമിച്ചാണ് വളർന്നതെന്ന് തന്നെ പറയാം. എന്നാൽ വളരുന്നതിനിടയിൽ ഇവർക്കിടയിൽ പ്രണയവും വളർന്നു വന്നുകൊണ്ടേയിരുന്നു.
അങ്ങനെയിരിക്കെ നേഹയുടെ മുത്തശ്ശിയും മരണപ്പെട്ടു പോയി. അതോടുകൂടി ആരോരുമില്ലാതായ നേഹയെ അവളുടെ മാമനാണ് അവിടെ നിന്നും സിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിക്കുന്നു. പ്രസന്റിൽ കാർത്തിക്കിന്റെ ക്രൂരതകളൊന്നും സഹിക്കാനാകാതെ പൊട്ടിക്കരയുകയാണ് നേഹ. എന്നാൽ കാർത്തിക് ഒന്നും സംഭവിക്കാത്തതുപോലെ അടുത്ത ദിവസം നേഹയോട് വന്ന് സ്നേഹത്തിൽ പെരുമാറുന്നു. അവളെ കെയർ ചെയ്യുന്നു. എന്നാൽ നേഹയ്ക്ക് അവന്റെ പ്രവൃത്തികളൊന്നും മറക്കാൻ കഴിയുന്നതേയില്ല. ജോലിക്ക് പോകുവാനായി ഇറങ്ങുന്ന സമയം ബ്രേക്ക്ഫാസ്റ്റായി കൊണ്ടുവന്നത് ദോശയായിരുന്നു. എന്നാൽ ഈ ദോശ കഴിക്കുന്നതിനോട് നേഹയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവൾക്ക് ദോശ ഇഷ്ടമല്ല. എന്നാൽ അവൾക്കടുത്തേക്ക് എത്തുന്ന കാർത്തിക്, നീ ഇപ്പോൾ ഈ ദോശ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദോശ ഞാൻ തന്നെ നിന്നെ കൊണ്ട് കഴിപ്പിക്കും, അത് വേണമോ എന്ന് ചോദിക്കുമ്പോൾ നേഹ ആ ദോശ കഴിക്കുവാനായും ആരംഭിക്കുന്നു. മാത്രവുമല്ല, കോളേജിലേക്ക് പോകുവാനായി ഇറങ്ങുന്ന നേഹയെ താൻ തന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് കാർത്തിക് നിർബന്ധിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. എന്നാൽ കാറിൽ പോകുന്ന സമയത്ത് കാർത്തിക്കിന്റെ നേഹയെ കാണുമ്പോൾ അവന് വല്ലാത്ത മോഹം തോന്നും. നേഹ കോളേജിലേക്കാണ് പോകുന്നതെന്നും കാർത്തിക് കമ്പനിയിലേക്കാണ് പോകുന്നതെന്നും ചിന്തിക്കാതെ കാർത്തിക് വഴിയിൽ വെച്ച് തന്നെ കാർ ഒതുക്കിയിട്ട് അവളെ ക്രൂരമായി അബ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് കോളേജിൽ കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്യുന്നത്. കോളേജിൽ ഇറങ്ങുന്ന സമയത്തും നേഹയ്ക്കൊന്നും നടക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം അവളുടെ കൂട്ടുകാരി കാണുന്നു. നേഹ കൂട്ടുകാരിക്കടുത്തെത്തി പൊട്ടിക്കരയുകയാണ്. കാർത്തിക്കിന്റെ ക്രൂരതകളൊന്നും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് നേഹ പൊട്ടിക്കരയുന്നതും. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരി ഉടനെ തന്നെ നേഹയെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. അവൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടാണ് അവളെ തിരിച്ചു കൊണ്ടുവന്ന് വിടുന്നതും. വീട്ടിലെത്തുന്ന നേഹ താൻ അനുഭവിക്കുന്ന ക്രൂരതകളെക്കുറിച്ച് ആലോചിച്ചാണ് പൊട്ടിക്കരയുന്നതും. അതിനുശേഷം പകുതിയിൽ അവസാനിച്ച ഫ്ലാഷ് ബാക്കിന്റെ ബാക്കിയാ കാണിക്കുന്നത്. നേഹയുടെ മുത്തശ്ശി മരിച്ചതുകൊണ്ട് തന്നെ മാമൻ അവളെ മാമന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ പോവുകയാണല്ലോ. പോകുന്നതിന് മുൻപ് നേഹ ഗൗതമിനെ കാണുവാനായും എത്തുന്നു. താൻ മാമനൊപ്പം സിറ്റിയിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം ഗൗതമിനോട് പറയുമ്പോൾ, എന്നായാലും ഒരിക്കൽ ഞാൻ നിന്നെ തേടി വരും, നീ അതുവരെ എനിക്ക് കാത്തിരിക്കണമെന്നാണ് ഗൗതം നേഹയോട് പറഞ്ഞത്. അങ്ങനെ നേഹ മാമനൊപ്പം താമസം ആരംഭിച്ചു. വളർന്നു വലുതാകും തോറും അവളുടെ മനസ്സിൽ ഗൗതമിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നുകൊണ്ടേയിരുന്നു. അവർ പരസ്പരം ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ ഗൗതം തന്റെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ അച്ഛനെയും കൊണ്ട് സിറ്റിയിലേക്ക് താമസം മാറി. അന്നു മുതൽ ഗൗതമും നേഹയും പരസ്പരം കാണുകയും അവർക്കിടയിലുള്ള പ്രണയം വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നേഹ ഗൗതമിന്റെ പേര് തന്റെ കയ്യിൽ ടാറ്റു അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സീൻ അവിടെ കട്ടായി വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന നേഹയ്ക്കടുത്തേക്ക് കാർത്തിക് വരുന്നു. കാർത്തികിന് നേഹയെ കാണുമ്പോൾ വീണ്ടും മോഹം തോന്നുകയാണ്. എന്നാൽ നേഹ വേദന കാരണം കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നേഹയ്ക്കടുത്തേക്ക് ചെറിയ സ്വീറ്റ്സും വാങ്ങിക്കൊണ്ടെത്തിയ കാർത്തിക് അവളെ സമാധാനിപ്പിക്കുവാൻ നോക്കും. അവളോടത് കഴിക്കുവാനായി പറയുന്ന സമയത്തും നേഹ അതൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല. നിനക്കെന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എനിക്ക് നിന്നോടുള്ള സ്നേഹം സത്യമാണ്. നിന്റെ വാഗൊണ്ട് തന്നെ നിനക്കെന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറയിപ്പിക്കുമെന്ന് പറഞ്ഞ് കാർത്തിക് അവിടെയുണ്ടായിരുന്ന ബോട്ടിലെടുത്ത് തന്റെ തലയ്ക്ക് തന്നെ അടിക്കുവാനായും തുടങ്ങി. ഒരു ഘട്ടത്തിൽ അത് കണ്ട് ബോധം കെട്ട് വീഴുകയാണ് നേഹ. എന്നാലും കാർത്തിക് വിടാൻ തയ്യാറായില്ല. ഡോക്ടറിനെ കൊണ്ടുവന്ന് അവളെ ചികിത്സിപ്പിക്കുകയും അവൾ ഓക്കെയാണെന്നും മനസ്സിലാക്കുകയും ചെയ്തു. കുറേ നേരം കഴിഞ്ഞതും നേഹയ്ക്ക് ബോധം വീഴുന്നു. കാർത്തിക് ചെയ്യുന്നത് കുറേ വിറക് കഷ്ണങ്ങൾ കൊണ്ടുവന്ന് അടുക്കി വെക്കും. എന്നിട്ട് അതിന് മുകളിലായിട്ട് മണ്ണെണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് അതിനു മുകളിൽ കയറി നിൽക്കും. ഓരോ തീപ്പെട്ടിയായിട്ട് കത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നീ ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കത്തിയെരിയുമെന്നുള്ള കാര്യം കാർത്തിക് പറയുന്നു. അത് കണ്ട് പേടിച്ച നേഹ അവൾക്ക് അവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം തുറന്നു പറയുകയാണ്. സത്യത്തിൽ പേടിച്ചിട്ടാ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ നേഹയ്ക്ക് അവനെ ഇഷ്ടമൊന്നുമല്ല. നേഹ തന്റെ വിധിയെക്കുറിച്ച് ആലോചിച്ച് പൊട്ടിക്കരയുകയാണ്. അടുത്ത ദിവസവും അവൾ കരഞ്ഞുകൊണ്ടാണ് കോളേജിലേക്ക് പോകുവാനായിട്ടും റെഡിയാകുന്നത്. മാത്രവുമല്ല, അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ചിട്ടാണ് അവൾ കോളേജിലേക്ക് എത്തുന്നതും. കോളേജിലേക്ക് എത്തുന്ന സമയത്ത് നേഹ ഗൗതമിനെ കാണുന്നു. ഗൗതം എന്ന് വിളിച്ച് അവൾ പിന്നാലെ പോകും. പക്ഷേ അത് അവളുടെ വെറും തോന്നൽ മാത്രമായിരുന്നു. നേഹ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അത് നേഹയുടെ കൂട്ടുകാരി കാണും. നിനക്ക് എന്താ സംഭവിച്ചത്, നിന്റെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് കൂട്ടുകാരി ചോദിക്കുമ്പോൾ തന്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കാർത്തിക് കടന്നു വന്നത് എന്ന കഥയാണ് കൂട്ടുകാരിയോട് നേഹ തുറന്നു പറയുന്നതും. നേഹ ആദ്യമായിട്ട് മാമന്റെ വീട്ടിൽ വന്ന സമയത്താണ് കാർത്തിക്കിനെ പരിചയപ്പെടുന്നത്. മാമന്റെ ഒരേ ഒരു മകനാണ് കാർത്തിക്. കാർത്തിക് എപ്പോഴും റൂമിൽ തന്നെയാണ്. കാർത്തിക്കിന്റെ കൈവശം ഒരു പാവക്കുട്ടിയും കാണും. എപ്പോഴും ആ ഒരു പാവക്കുട്ടിയും വെച്ചുകൊണ്ടാണ് കാർത്തിക് റൂമിലിരിക്കുന്നത്. അത് കാണുന്ന നേഹ കാർത്തിക്കിന്റെ റൂമിലേക്ക് വന്നിട്ട് ആ പാവക്കുട്ടിയെ വാങ്ങുന്നു. എന്നാൽ അത് കാണുന്ന കാർത്തിക്കിന് ആദ്യമായിട്ടാണ് കാർത്തിക്കിന്റെ അടുത്തേക്ക് പാവയല്ലാതെ ഒരു പെൺകുട്ടി വന്ന് മിണ്ടുന്നത്. അത് കാണുന്ന കാർത്തിക് അന്നു മുതൽ ആ ഒരു പാവ വെച്ച് കളിച്ചിട്ടേയില്ല. എപ്പോഴും നേഹയ്ക്കൊപ്പമാണ് നടക്കുന്നതും. മാത്രവുമല്ല, മാമൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വലുതാക്കുമ്പോൾ നേഹയെ കല്യാണം കഴിക്കുന്നത് നീയാ. അതുകൊണ്ട് ഇവളുടെ കാര്യമൊക്കെ നീ നന്നായിട്ട് നോക്കണമെന്ന്
കൊല്ലുമെന്നും കാർത്തിക്കിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും നേഹയുടെ പിന്നാലെയാണ് കാർത്തിക് നടക്കുന്നതും. നേഹയ്ക്ക് അച്ഛനും അമ്മയും ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് മാമനല്ലേ വളർത്തുന്നത്. അപ്പോൾ ആ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം നേഹ അനുഭവിച്ചല്ലേ പറ്റൂ. കാർത്തിക് വളർന്ന് വലുതാകും തോറും നേഹയോടുള്ള ആഗ്രഹം അവന് കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. അവൻ അവളോട് പ്രണയമാണെങ്കിലും മറ്റൊരു വശത്ത് അവൻ കാമത്തോടുള്ള കണ്ണുമായിട്ടാണ് അവളെ നോക്കുന്നതും. എന്നാൽ അതേസമയം നേഹ ഗൗതമുമായിട്ട് പ്രണയത്തിലാണല്ലോ. ഗൗതമിന്റെ പേരവൾ കയ്യിൽ പച്ച കുത്തുകയും ചെയ്തു. ഒരു ദിവസം രണ്ടാളും കറങ്ങാനൊക്കെ പോയിട്ട് ഗൗതമാണ് അവളെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നത്. വീട്ടിലേക്ക് എത്തുന്ന നേഹയ്ക്ക് ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നത് മാമനുമായിരുന്നു. അതേസമയം കാർത്തിക് വീട്ടിലേക്ക് വന്നു കയറുന്നത് ദേഹം മുഴുവൻ മണ്ണും ചെളിയുമായിട്ടായിരുന്നു. ആഹാരം കഴിക്കുവാനായിട്ട് വരുന്നില്ലേ എന്ന് മാമൻ വിളിക്കുമ്പോൾ അവൻ അവിടേക്ക് വന്നിരുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അത് വാരി വലിച്ച് ദൂരേക്കെറിയുകയാണ് ചെയ്യുന്നതും. ഗൗതമിന് എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം നേഹയ്ക്ക് മനസ്സിലായി. മാത്രവുമല്ല മാമന്റെ ഒരു കൂട്ടുകാരന്റെ മകളുടെ വിവാഹം നടക്കുന്നത് കൊണ്ട് മാമൻ ഒരു ദിവസം വീട്ടിൽ കാണില്ല എന്നുള്ള കാര്യം നേഹയോട് പറയുന്നു. മാമൻ പോയി കഴിഞ്ഞതും നേഹയ്ക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. കാർത്തിക്കിനൊപ്പം ഈ ഒരു വീട്ടിൽ എങ്ങനെ തന്നെ ഒറ്റയ്ക്ക് കഴിയുമെന്ന ടെൻഷനായിരുന്നു അവൾക്ക്. അതേസമയം ഉറങ്ങുവാനായി കിടന്ന നേഹയ്ക്ക് കാർത്തിക് ഒരു വീഡിയോ മെസ്സേജ് അയക്കുന്നു. വീഡിയോ ഓപ്പണാക്കി നോക്കുന്ന സമയത്ത് ഗൗതമും നേഹയും കെട്ടിപ്പിടിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. കാരണം കറങ്ങുവാനൊക്കെ പോയിട്ട് ഗൗതമല്ലേ നേഹയെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. കാർത്തിക് അത് കണ്ടിരുന്നു. കാർത്തിക് വീഡിയോ എടുത്ത് വെക്കുകയും ചെയ്തിരുന്നു. അത് കാണുന്ന നേഹയ്ക്ക് വല്ലാതെ ടെൻഷനായി. ഗൗതമിനെ എത്രയും വേഗം കാണണമെന്നും തീരുമാനിച്ച് അവൾ പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെയായിരുന്നു അവൾക്കടുത്തേക്ക് കാർത്തിക് വരുന്നത്. നീ ഗൗതമിനെ കാണുവാനായിട്ട് പോവുകയാണോ? ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുകയല്ലേ. നിന്നെ വിവാഹം കഴിക്കണമെന്ന് കുട്ടിക്കാലത്തെ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞാണ് വളർത്തിയത്. അങ്ങനെയുള്ള എന്നെ നീ ചതിക്കാമെന്നാണോ കരുതിയിരിക്കുന്നത്? നിന്റെ ഗൗതമിനിട്ട് ഞാൻ നല്ലത് കൊടുത്തു എന്നുള്ള കാര്യവും കാർത്തിക് പറയുന്നു. കാർത്തിക് അച്ഛനെ മരുന്ന് വാങ്ങുവാനായിട്ട് പുറത്തുപോയ സമയത്താണ് ഗൗതമും നേഹയും പരസ്പരം കെട്ടിപ്പിടിക്കുന്നത് കാർത്തിക് കണ്ടത്. അതോടുകൂടി അവർ രണ്ടുപേരും പ്രണയത്തിലാണെന്നുള്ള കാര്യം കാർത്തിക്കിന് മനസ്സിലായി. എന്നാൽ കാർത്തിക് മുഖമൊക്കെ മറച്ചുകൊണ്ട് ഗൗതമിനടുത്തെത്തി അവനെ ഒരുപാട് തല്ലുന്നു. അവന്റെ തലയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അവന് ഏകദേശം 3-4 സ്റ്റിച്ച് വേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ കാർത്തിക് പറയുന്നു. അത് കേട്ട് നേഹ വല്ലാതെ പേടിക്കുകയാണ്. എന്നിട്ട് കാർത്തിക് ഒരു കാര്യം കൂടി പറയുകയാണ്. ഇന്നത്തെ ദിവസം നീ നിന്റെ ഗൗതമിനെ കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ നിന്നെ കൊല്ലും. ഞാൻ വീടിന് പുറത്തിരിക്കും. എന്നിട്ട് നിന്റെ പേര് ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കും. ആ സമയമെല്ലാം നീ വിളി കേൾക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ വിരട്ടുന്നു. അവൻ്റെ കയ്യിൽ ഒരു കത്തിയുമുണ്ട്. എന്നിട്ടവൻ വീടിന് പുറത്തേക്കിറങ്ങിയിരുന്നു. ഓരോ മണിക്കൂർ കൂടുമ്പോഴും നേഹയുടെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നേഹ കരഞ്ഞുകൊണ്ട് അവൻ വിളിക്കുന്നതിന് വിളി കേട്ടുകൊണ്ടേയിരുന്നു. അവസാനം നേരം വിളിക്കുകയാണ്. മാമനും വീട്ടിലേക്ക് എത്തുന്നു. കാർത്തിക് എന്തിനാണ് കത്തിയുമായിട്ട് വെളിയിലിരിക്കുന്നതെന്നൊക്കെ മാമൻ ചോദിക്കുമ്പോൾ കാർത്തിക്കിന്റെ പെരുമാറ്റമെല്ലാം മാമൻ ഏകദേശം മനസ്സിലായി. നേഹ മാമനടുത്തേക്ക് ഓടി വരുന്നത് കാണുന്ന കാർത്തിക് മാമന്റെ കഴുത്തിൽ കത്തിവെക്കുകയും നേഹയെ തനിക്ക് തന്നെ വിവാഹം കഴിപ്പിച്ച് തരണമെന്നുള്ള കാര്യമൊക്കെ കാർത്തിക് പറഞ്ഞ് മാമനെ വിരട്ടുന്നു. മാമൻ ആകെ തകർന്നു പോവുകയാണ്. കാർത്തിക്കിന്റെ സ്വഭാവം എന്തെന്നുള്ള കാര്യം മാമന് നന്നായിട്ടറിയാം. നേഹ കരഞ്ഞുകൊണ്ട് തനിക്ക് ഗൗതമിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം മാമനോട് പറയുന്നു. എന്നാൽ അതിന് മാമന്റെ മറുപടി കുട്ടിക്കാലത്തെ കാർത്തിക്കിനോട് നിന്നെ വിവാഹം കഴിക്കുവാൻ പോകുന്നത് അവനാണെന്നുള്ള കാര്യം പറഞ്ഞാണ് വളർത്തിയത്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അത് കേട്ട നേഹ എന്താ അവൻ്റെ സ്വഭാവം ഇങ്ങനെ, അവൻ കുട്ടിക്കാലത്തെ ഇങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് കാർത്തിക്കിന്റെ കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് മാമൻ പറയുന്നത്. കാർത്തിക്കിന്റെ അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛനായിരുന്നു കാർത്തിക്കിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അച്ഛന് ജോലിക്ക് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ കാർത്തിക്കിന് കൂട്ടിന് ഒരു പാവയെ വാങ്ങി നൽകി. അതും ഒരു പെൺകുട്ടിയുടെ പാവയായിരുന്നു വാങ്ങി നൽകിയത്. അന്നു മുതൽ കാർത്തിക് എപ്പോഴും ആ പാവയ്ക്കൊപ്പമാണ് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരുന്നത്. എന്നാൽ ഒരു ദിവസം കാർത്തിക്കിന്റെ റൂമിലേക്ക് എത്തുന്ന സമയത്ത് പാവയോടവൻ സംസാരിക്കുന്നതും പാവയ്ക്കവൻ ആഹാരം കൊടുക്കുന്നതുമൊക്കെ താൻ കാണുകയുണ്ടായി. മകൻ എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ ഡോക്ടർ പറയുന്നത് അവൻ ഒറ്റയ്ക്ക് ആരോടും ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാതെ വരുന്നത് കൊണ്ടാണ് അവൻ പാവയ്ക്കൊപ്പം തൻ്റെ ലോകം മെനഞ്ഞെടുക്കുവാനായും തുടങ്ങിയത്. അവൻ്റെ മനസ്സിൽ ഒരു ഏകാന്തത അവൻ അനുഭവിക്കുകയാണ് എന്നുള്ള കാര്യം ഡോക്ടർ പറയുകയുണ്ടായി. അതേ സമയമാണ് നേഹ അവിടേക്ക് വരുന്നതും. നേഹ പാവയെ സ്വന്തമാക്കിയതിൽ പിന്നെ തൻ്റെ ജീവിതത്തിലേക്ക് ഇനി അങ്ങനൊരു പാവ വേണ്ട, നേഹ തന്നെ മതി എന്നുള്ള കാര്യം കാർത്തിക് തീരുമാനിച്ചു. നേഹ വന്നത് മുതൽ കാർത്തിക് ആ ഒരു പാവയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടേയില്ല. നീ വന്നതിന് ശേഷമാണ് അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു തുടങ്ങിയത്. നീ ദയവ് ചെയ്ത് അവനെ വിവാഹം കഴിക്കണമെന്നും മാമൻ നേഹയോട് പറയുന്നു.
എന്നാൽ നേഹ അതിന് തയ്യാറായിരുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ താൻ അവനെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് ചിന്തിച്ച് നേഹ തന്റെ കൈയിറക്കുന്നു. അതോടെ നേഹ ഹോസ്പിറ്റലിലാവുകയാണ്. എന്നാൽ കാർത്തിക് ഒരു ഭ്രാന്തനെ പോലെ ഹോസ്പിറ്റലിലേക്ക് എത്തി. എന്റെ നേഹയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ വേറെ ഡോക്ടറിനെ കാണിക്കേണ്ടി വരുമെന്ന് ഡോക്ടറിനെയും നഴ്സിനെയും ഒക്കെ ഭീഷണിപ്പെടുത്തി. എന്നാൽ നേഹ കാർത്തികിന്റെ പെരുമാറ്റമെല്ലാം കണ്ട് വല്ലാതെ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയ നേഹ ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ ഗൗതമിനെ കാണുവാൻ വേണ്ടിയിട്ട് പോകും. ഗൗതമിന്റെ അച്ഛന് സീരിയസ് ആയതുകൊണ്ട് തന്നെ അവർ മുംബൈയിലേക്ക് പോയി എന്നുള്ള വിവരം നേഹ അറിയുന്നു. അതോടുകൂടി എന്ത് ചെയ്യുമെന്നറിയാതെ വഴിയിലിരുന്ന് കരയുന്ന നേഹയ്ക്കടുത്തേക്ക് കാർത്തിക് എത്തുകയാണ്. അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് അവൻ ഉപദ്രവിക്കും. മാത്രമല്ല തടയാനായി വരുന്ന മാമനെയും അവൻ ഒരുപാട് ഉപദ്രവിക്കുന്നു. മാമനെ കൊല്ലുമെന്ന അവസ്ഥയായി. എന്നാൽ നേഹ മാമനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ മാമനെ കൊല്ലാതെ വെറുതെ വിടണമെങ്കിൽ നീ ഞാനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണമെന്നതായിരുന്നു കാർത്തികിന്റെ ആവശ്യം. ഒരുവിധത്തിൽ നേഹയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ് എന്ന് തന്നെ പറയാം. മാമൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ച് നേഹ കാർത്തികുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെയാണ് കാർത്തികുമായിട്ടുള്ള നേഹയുടെ വിവാഹം നടന്നത്. വിവാഹം നടന്ന അന്നു മുതൽ കാർത്തിക് ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവന്റെ സൈക്കോ സ്വഭാവം താൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞ് നേഹ കരയുകയാണ് ചെയ്യുന്നത്. നേഹ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് മദ്യപിച്ചിരിക്കുകയാണ് കാർത്തിക്. നേഹയെ കണ്ടതും കാർത്തിക്കിന് അവളോട് മോഹം തോന്നുന്നു. അവളെ ബലമായിട്ട് അബ്യൂസ് ചെയ്യുവാനായി ശ്രമിക്കുന്ന സമയം നേഹ ഉടനെ തന്നെ തന്റെ കഴുത്തിൽ കത്തിവെക്കുകയും തന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നും അവൾ വിരട്ടുന്നു. പേടിച്ച കാർത്തിക് ഒരു മൂലയ്ക്ക് ചെന്നിരിക്കുകയാണ്. നേഹ ആഹാരവും കഴിച്ച് ഉറങ്ങുവാനായും കിടക്കുന്നുണ്ട്. കാർത്തിക് മദ്യപിച്ചുറങ്ങുവാനായും കിടന്നു. അടുത്ത ദിവസം രാവിലെ ജോലിക്കാരി വന്ന് വിളിച്ചപ്പോഴാണ് കാർത്തിക് ഉറക്കമുണരുന്നതും. അപ്പോഴാണ് നേഹ വീട്ടിലില്ല എന്നുള്ള കാര്യം കാർത്തിക് അറിയുന്നത്. നേഹ വീട്ടിൽ നിന്നും എവിടേക്കോ പോയിരുന്നു. നേഹ എവിടേക്കാണ് പോയതെന്നറിയാതെ കാർത്തിക് അവളെ അന്വേഷിച്ച് ആദ്യം തന്നെ കോളേജിലേക്ക് എത്തും. ഒരു ഭ്രാന്തനെ പോലെ അവിടെ വല്ലാതെ പ്രശ്നമുണ്ടാക്കുകയാണ്. നേഹ ഇവിടേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ വിവരം അറിയിക്കണമെന്നും കാർത്തിക് പറഞ്ഞിട്ട് പോകുന്നു. ഒരു ഭ്രാന്തനെ പോലെ എല്ലാ സ്ഥലത്തും പോയി അന്വേഷിക്കുകയാണ്. പല പല അപ്പാർട്ട്മെന്റിലും കയറി നേഹയെ അന്വേഷിക്കുന്നു. എന്നാൽ കാർത്തികിനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് ആളുകളെല്ലാം വല്ലാതെയാണ് നോക്കിക്കാണുന്നതും. ഒടുവിൽ കാർത്തിക് നേഹയെ കാണാത്തത് കൊണ്ട് തന്നെ മദ്യപിച്ച് ഫ്ളാറ്റിൽ തന്നെ കിടക്കുന്നു. അവൻ എങ്ങോട്ടും പോകുന്നതേയില്ല. അവസാനം കാർത്തികിന്റെ കയ്യിൽ ആ ഒരു പാവയെ കിട്ടുകയാണ്. പാവയെ അവൻ കെട്ടി തൂക്കി നിർത്തുന്നു. എന്നിട്ട് അതിന്റെ ദേഹത്തേക്ക് കത്തിക്കുത്തി ഇറക്കുകയും ഒക്കെ ചെയ്യുന്ന സമയം അവിടേക്ക് നേഹ വരും. ഏകദേശം ഒരാഴ്ചയായി നേഹ വീട്ടിൽ നിന്ന് പോയിട്ട് ഇപ്പോഴാണ് നേഹ തിരികെ വരുന്നതും. നേഹയെ കാണുന്ന കാർത്തിക് ഈ ഒരാഴ്ച നീ എവിടെ പോയിരുന്നുവെന്ന് കാർത്തിക് നേഹയോട് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ഗൗതമിനെ കാണുവാനായി പോയതാ. ഞാൻ അവനൊപ്പം പോകുവാനായും തീരുമാനിച്ചു. നിന്റെ കൺമുന്നിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായി ജീവിക്കുമെന്നും നേഹ പറയുന്നു. അത് കേട്ടതും കാർത്തികിന് വല്ലാതെ ദേഷ്യം വരികയും കാർത്തിക് നേഹയെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു സീൻ ഇപ്പോഴാണ് സംഭവിക്കുന്നത്. നേഹയെ അവൻ ക്രൂരമായി ഉപദ്രവിക്കുന്നത് കൊണ്ട് ഫ്ളാറ്റിൽ നിന്നും വല്ലാതെ ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ടേയിരുന്നു. അടുത്തുള്ള അയൽവാസികൾ പോലീസിൽ വിവരമറിയിക്കുകയാണ് ചെയ്യുന്നത്. പോലീസുകാർ ഫ്ളാറ്റിലേക്ക് എത്തി അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ് കാർത്തിക്. പക്ഷേ അതേസമയം നേഹ അവിടെയില്ല. നേഹ എവിടെ പോയെന്ന് കാർത്തികിന് അറിയില്ല. കാർത്തികിനെ പോലീസ് കൊണ്ടുപോകുന്ന സമയത്തും അവൻ നേഹയെ കണ്ടതേയില്ല. നേഹ എവിടെയാണെന്ന് ചോദിച്ച് അവൻ വല്ലാതെ പോലീസ് സ്റ്റേഷനിൽ ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നു. അവനെ എത്രത്തോളം കൺട്രോൾ ചെയ്യുവാനായിട്ട് പോലീസുകാർ ശ്രമിച്ചിട്ടും നടക്കുന്നതേയില്ല. എവിടെയാടാ നിന്റെ ഭാര്യയെന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ അതാണ് എനിക്കും അറിയേണ്ടത്. നേഹ എവിടെയാണെന്ന് അവനും തിരിച്ചു ചോദിക്കുന്നു. മാത്രവുമല്ല സ്റ്റേഷനിൽ നിന്നും നേഹയുടെ ഒരു ഫോട്ടോ കാർത്തികിന് കിട്ടുന്നു. കാർത്തിക് ആ ഫോട്ടോ എടുത്തുകൊണ്ടുവന്ന് നോക്കി നിൽക്കുന്ന സമയം തന്നെ പോലീസുകാർ ആ ഒരു ഫോട്ടോ വാങ്ങി വലിച്ചു കീറി കളയും. കാർത്തികിന് വല്ലാതെ ദേഷ്യം വരികയും പോലീസുകാരെ തിരിച്ചു തല്ലുകയും ചെയ്യുന്നു. സ്റ്റേഷനിൽ വലിയ ഫൈറ്റ് തന്നെ നടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഒരു ലേഡി ഇൻസ്പെക്ടർ വരുന്നു. കാർത്തികിനെ അവർ അടിച്ചു മെരുക്കുകയാണ് ചെയ്യുന്നത്. കാർത്തികിനെ അവർ ഒരുപാട് ചോദ്യം ചെയ്യും. നേഹ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് തനിക്ക് അറിയില്ല എന്നാണ് കാർത്തിക് പറയുന്നതും. അങ്ങനെ ഒരു ലേഡി ഇൻസ്പെക്ടർ നേരെ പോകുന്നത് നേഹയുടെ വീട്ടിലേക്കാണ്. അതായത് കാർത്തിക് നേഹയും താമസിച്ചിരുന്ന സ്ഥലത്തേക്ക്. അവിടെ ഒരു ജോലിക്കാരിയുണ്ടല്ലോ. ജോലിക്കാരിയോട് കാർത്തികിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അയാൾ വെറും ഭ്രാന്തനാണ്. ഭ്രാന്തനെ പോലെയാണ് പെരുമാറുന്നത്. വളരെ ടോക്സിക്കാ. നേഹയെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ജോലിക്കാരി പറയുന്നു. അതിനുശേഷം നേരെ പോകുന്നത് കാർത്തിക് വർക്ക് ചെയ്തിരുന്ന ഓഫീസിലേക്കും. അവന് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അവൻ ഞങ്ങളെയും ഒരുപാട് ടോർച്ചർ ചെയ്യുമായിരുന്നു. അവൻ മര്യാദയ്ക്ക് ജോലി ചെയ്യാത്തതിന് അവന് ജോലി ചെയ്യാൻ പറഞ്ഞപ്പോഴോ അവനൊരു വീഡിയോ കാണിച്ച് എന്നെ വിരട്ടുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ളവനൊന്നും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. ഇവനൊക്കെ അകത്താണ് കിടക്കേണ്ടതെന്നാണ് മാനേജർ പറയുന്നതും. അതിനുശേഷം നേരെ എത്തുന്നത്
നേഹയുടെ ഫ്രണ്ടിന്റെ അടുത്തേക്കാണ്. കോളേജിൽ അവൾക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഫ്രണ്ടിന്റെ അടുത്തേക്ക്. ഫ്രണ്ടിനോട് നേഹയുടെ കാര്യം അന്വേഷിക്കുമ്പോൾ നേഹ തന്നോട് തുറന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻസ്പെക്ടറോട് കൂട്ടുകാരിയും തുറന്നു പറയുന്നു. അതിനുശേഷം ഇൻസ്പെക്ടർ നേരെ വരുന്നത് നേഹയുടെ മാമനടുത്തേക്കാണ്. മാമനോട് ഈ ഒരു കാര്യമെല്ലാം പറയുമ്പോൾ മാമൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഞാൻ കാരണമാണ് നേഹ കാർത്തികിനെ വിവാഹം കഴിച്ചത്. പക്ഷേ നേഹയെ വിവാഹം കഴിക്കുമ്പോൾ അവൻ മാറുമെന്ന് ഞാൻ കരുതി. എന്നാൽ അവൻ കാരണം നേഹയ്ക്ക് ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് മാമൻ പൊട്ടിക്കരയുന്നു. തന്റെ മകനാണെങ്കിലും അവൻ ചെയ്ത പ്രവൃത്തിക്ക് അവന് ശിക്ഷ കിട്ടണമെന്നും മാമൻ പറയുകയാണ്. അങ്ങനെ ആ ഒരു ഇൻസ്പെക്ടർ കാർത്തികിനെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ച് അവനെ കോടതിയിലും ഹാജരാക്കുന്നു. കാർത്തികിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ജഡ്ജി ഇങ്ങനൊരാള് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല, അതുകൊണ്ടും അവന് മാനസിക പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടും അവനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. 6 മാസത്തിന് ശേഷമാണ് പിന്നീട് കാണിക്കുന്നത്. മെന്റൽ ഹോസ്പിറ്റലിലായിരിക്കുന്ന കാർത്തികിനെ കാണുവാൻ വേണ്ടിയിട്ട് ആ ഒരു ലേഡി ഇൻസ്പെക്ടർ എത്തുന്നു. എങ്ങനെയുണ്ട് കാർത്തിക്, നീ ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ അവിടെയാണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ ഈ നേഹയും ഈ ഒരു ലേഡി ഇൻസ്പെക്ടറും ഗൗതമും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഇവർ 3 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗൗതം നേഹയെ കാണുവാൻ വേണ്ടിയിട്ടെത്തി. കൂടെ ഈ ഒരു ഇൻസ്പെക്ടറും ഉണ്ടായിരുന്നു. അപ്പോഴാണ് നേഹ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഗൗതമിന് മനസ്സിലായത്. നീ വിവാഹം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എങ്ങനെയെങ്കിലും അവന്റെ ജീവിതത്തിൽ നിന്നും നീ പുറത്തു വരണം. നിന്നെ ഞങ്ങൾ സഹായിക്കാമെന്നും ഗൗതമും ആ ഒരു ഇൻസ്പെക്ടറും പറയുന്നു. നേഹ തന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഗൗതമിനോട് തുറന്നു പറയുകയാണ്. മാമനെ കൊല്ലുമെന്ന് വിരട്ടിയത് കൊണ്ടാണ് കാർത്തികിനെ താൻ വിവാഹം കഴിക്കേണ്ടി വന്നതെന്നുമുള്ള സത്യമെല്ലാം അവൾ തുറന്നു പറയുന്നു. അങ്ങനെ അവർ 3 പേരും ചേർന്ന് ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. നീ ഒരാഴ്ച അവിടെ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ അവൻ പൂർണ്ണമായിട്ടും ഒരു ഭ്രാന്തനെ പോലെയാകും. അവൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം വെച്ച് അവനെതിരായിട്ട് തെളിവ് സംഘടിപ്പിക്കാൻ കഴിയുമെന്നും ഇൻസ്പെക്ടർ പറയുന്നു. മാത്രവുമല്ല, നേഹയുടെ അവസ്ഥയെല്ലാം മനസ്സിലാക്കി ഗൗതം, നിന്നോടുള്ള പ്രണയം എനിക്കിപ്പോഴുമുണ്ട്. നീ വിവാഹം കഴിഞ്ഞതാണെങ്കിലും കാർത്തികിനൊപ്പം ജീവിച്ചതാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. നമുക്ക് പഴയതുപോലെ സന്തോഷമായിട്ട് ജീവിക്കാമെന്നുള്ള കാര്യവും ഗൗതം പറയുന്നു. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഒരാഴ്ച നേഹ മാറി നിൽക്കുകയാണ്. അപ്പോൾ കാർത്തിക് ഒരു ഭ്രാന്തനെ പോലെയായി മാറി. അവരുടെ പ്ലാനെല്ലാം വർക്കൗട്ട് ആവുകയും ദേ ഇപ്പോൾ കാർത്തിക് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വന്ന് കിടക്കാൻ കാരണവും അവർ 3 പേരും തന്നെയാണ്. നേഹ ഇപ്പോൾ എവിടെയാണെന്നുള്ള കാർത്തിക്കിന്റെ ചോദ്യത്തിന് ഇൻസ്പെക്ടറുടെ മറുപടി കേട്ട് കാർത്തിക് ആകെ തകർന്നു പോവുകയാണ്. നേഹ ഗൗതമിനെ വിവാഹം കഴിച്ചു. അവർ 2 പേരും ഇപ്പോൾ ഊട്ടിയിലാണുള്ളത്. അവിടെ അവർ 2 പേരും സന്തോഷമായിട്ട് ജീവിക്കുന്നു. കാർത്തിക്കിനൊപ്പം ജീവിച്ചിരുന്ന സമയത്ത് നേഹ ഒന്ന് ചിരിച്ചിട്ട് പോലുമില്ല. എന്നാലിപ്പോൾ ഗൗതമിനൊപ്പം അവൾ ചിരിച്ച് സന്തോഷമായിട്ട് പുതിയൊരു ജീവിതം ജീവിക്കുകയാണ്. ഗൗതമും നേഹയും സന്തോഷമായിട്ട് ജീവിക്കുന്ന വീഡിയോ എല്ലാം ഇൻസ്പെക്ടർ കാർത്തിക്കിന് കാണിച്ചു കൊടുക്കുന്നു. അതെല്ലാം കണ്ട് ആകെ തകർന്നു പോവുകയാണ് കാർത്തിക്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലേ? അവരും ഇതുപോലെ സന്തോഷമൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? പലരുടെയും ജീവിതം ഈ ഒരു കഥയിൽ മിന്നി മറയുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.